നമസ്തേ എവരി വൺ. ഇന്ന് നമുക്ക് ഈ മോട്ടിവേഷണൽ കോൺട്രവേഴ്സി ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പറയണം. കാരണം എൻ്റെ ട്രെയിനേഴ്സായിട്ട് തന്നെ 132 പേരുണ്ട്, അവർക്കൊരു കിട്ടണം. എൻ്റെ 1.5 ലക്ഷം ആൾക്കാരോളം എൻ്റെ ക്ലാസ്സുകൾ പല കാലങ്ങളിലായിട്ട് 16-18 വർഷം കൊണ്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും മറുപടി പറയണം, അതിനുള്ള ബാധ്യത എനിക്കുണ്ട്. അപ്പം ഞാൻ ഈ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് സാധാരണഗതിയിൽ അല്ലെങ്കിൽ മോട്ടിവേഷണൽ കോച്ചസ് എന്ന് പറയാം, അതും അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നുള്ളതാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ കൂടുതലും 20 മിനിറ്റ്, അരമണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ, ഇല്ലെങ്കിൽ 2 മണിക്കൂർ, മാക്സിമം 3 അവേഴ്സാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ പ്രസൻറ്റേഷൻ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് കടമ്പകളും പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടാഞ്ഞിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് പോയി മറികടന്ന് വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ളതിൻ്റെ കഥകളായിരിക്കും. 4, 5, 6, 8 കഥകൾ വരെ സാധാരണ ഒരു പ്രസൻറ്റേഷൻ അതിലൊരു മോട്ടിവേഷൻ സ്പീച്ചിനകത്ത് പറയാറുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഒബ്സ്റ്റക്കിൾ കടക്കുക എന്നുള്ളതിനുള്ള സൂത്രവാക്യങ്ങളും മെത്തേഡ്സും ഇവർ പഠിച്ചിട്ടുള്ളതിൽ നിന്നും ചരിത്രത്തിൽ നിന്നും എല്ലാം എടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഇവർക്ക് പ്രത്യേക ക്വാളിഫിക്കേഷൻസ് ഒന്നും ലോകത്തിലൊരു രാജ്യവും നിർദ്ദേശിച്ചിട്ടില്ല. രണ്ടാമത് നമുക്ക് ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവരിതുപോലെ വലിയ ബഹളം ഉണ്ടാക്കുന്നവരോ ഭയങ്കര അഗ്രസീവ് ഒന്നും ആയിരിക്കത്തില്ല. അവർ സാധാരണ നമ്മൾ പറയുന്നത് പോലെയൊക്കെ തന്നെ പറയുന്ന ഓഡിയൻസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഓഡിയൻസിനെ എവിടെയാണ് ചെറിയ കുറവുള്ളത് അതുമാത്രം ഫില്ലിൻ ചെയ്ത് കൊടുക്കാനായിട്ടായിരിക്കും അവർ. പക്ഷേ അവർക്ക് പ്രത്യേകം എല്ലാ രാജ്യത്തും ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അവർ ക്വാളിഫൈഡ് ആയിരിക്കണം. സാധാരണഗതിയിൽ നമ്മളൊരു ട്രെയിനറെ ഒരു പരിപാടിക്ക് വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ നമ്മൾ ആൾക്കാർ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. ഇപ്പോൾ ടോണി റോബിൻസിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഒരു ട്രെയിനിങ്ങിന് പോയപ്പോൾ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി, ലാഭമായിട്ട് തോന്നി. ഞാൻ രണ്ടാമത്തെ ട്രെയിനിങ്ങിന് പോയി, മൂന്നാമത്തേന് പോയി. അപ്പം ഡേറ്റ് വിത്ത് ഡെസ്റ്റിനി, അത് 6 ദിവസത്തെ പ്രോഗ്രാമാണ്, വളരെ കോസ്റ്റ്ലി പ്രോഗ്രാമാണ്. അതുപോലെ അദ്ദേഹത്തിന് എന്താണ് ബിസിനസ് മാസ്റ്ററി, അതിന് അഡ്വാൻസ് ലെവലുണ്ട്, യൂറോപ്പിൽ വെച്ചായിരുന്നു ബിസിനസ് മാസ്റ്ററി. അപ്പോൾ അതിനകത്തൊരു വേറൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂറോപ്പിൽ വെച്ച് ചെയ്തപ്പോഴത്തേക്കും ആഗോളമായിട്ടുള്ള ഒരുപാട് ബിസിനസ്മാനെ അതിനകത്ത് പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് CEOസിനെ എനിക്ക് പരിചയപ്പെടാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഡേറ്റ് വിത്ത് ഡെസ്റ്റിനിക്കകത്ത് ഒരുപാട് ഹീലേഴ്സിനെയും അതുപോലെ തന്നെ കോച്ചസിനെയും അവരുമായിട്ട് അടുക്കാനും പരിചയപ്പെടാനും ഒക്കെ എനിക്ക് പറ്റി. അദ്ദേഹത്തിൻ്റെ തന്നെ ആസ്ഥാനത്ത് സാന്റിയാഗോയിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസുമായിട്ട് കാണാനും എങ്ങനെ ഒരു ട്രെയിനിങ് ഓർഗനൈസേഷൻ നടത്തുന്നു അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം ഒരുപാട് ക്ലൂ കിട്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഒരു പൊങ്ങി വരുന്നൊരു ട്രെയിനറെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് ഒത്തിരി മുമ്പാണ്. പക്ഷേ എപ്പോഴും എങ്ങനെയായിരിക്കും ഒരു ട്രെയിനറോട് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കാനും പറ്റി. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതുപോലെ ഞാൻ ആഗോളമായിട്ട് വന്നിട്ടുള്ള ട്രെയിനേഴ്സിനെ എങ്ങനെയെങ്കിലുമൊക്കെ പരിചയപ്പെടാനും അവരെന്നെ ഓർത്തിരിക്കുന്നതും ഞാൻ അവരെ ഓർത്തിരിക്കുന്നതും പിന്നീട് അവർക്കൊരു മെയിൽ അയക്കാനും അവരുടെ മേജർ സപ്പോർട്ടേഴ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാനും ഒക്കെ ഞാൻ പ്രത്യേക വെഞ്ചർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു പ്രോഗ്രാമിന് പോയി, അതുകൊണ്ട് 11 മണിയോളമായി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം മുതൽ രജിസ്റ്റർ ചെയ്ത് വരുന്നവരൊക്കെ 9 മണി എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാവരും വന്നപ്പോൾ 11 മണിയായി. അന്ന് രാത്രി 10 മണിയോടുകൂടി പ്രോഗ്രാം തീർന്നു. നെക്സ്റ്റ് ഡേ രാവിലെ 9 മണിക്ക് തുടങ്ങി. ഇൻ്റർവെൻഷൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങോട്ട് കസറി കയറി. ഇടയ്ക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ട്രെയിനേഴ്സ് വരും. അപ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം അവർ പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം മാറുമ്പോൾ അടുത്ത ആൾ കയറും. അപ്പോൾ ഓരോരോ ആക്ടിവിറ്റി ആയിട്ട് പോകും. ചുരുക്കം പറഞ്ഞാൽ അന്ന് രാത്രി വെളുപ്പിനെ 2:15 വരെ ആ പ്രോഗ്രാം പോയി. അപ്പോൾ ആരും അതിനകത്ത് ഇളകിയിട്ടില്ല. കാരണം വലിയ പൈസ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഓരോ ലാസ്റ്റ് ആ ജ്യൂസിൻ്റെ ഒരു തുള്ളി വേണേലും ഊറ്റിയെടുക്കാൻ ആൾക്കാർ മനസ്സോടുകൂടിയായിരുന്നത്. ഞാനൊക്കെ അവിടെ തന്നിട്ടുള്ള ബുക്കുകൾ കഴിഞ്ഞ് അഡീഷണൽ ബുക്കും കൂടെ സ്റ്റോറി കിട്ടുന്നത് എല്ലാം എഴുതിയാണ് പോകുന്നത്. നമ്മളല്ലാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ നാട്ടിന് ചുറ്റും കിടന്ന് വളരാനേ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര നേട്ടമായിരുന്നു ടോണി റോബിൻസിൻ്റെ എല്ലാ പ്രോഗ്രാമിനും പോകാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ജോൺ മാക്സ്വെല്ലിൻ്റെ 64 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ആൾക്കാരോട് സംസാരിക്കുന്ന രീതി, അദ്ദേഹം ഉപയോഗിക്കുന്ന മൈക്ക്, ശരി, നടത്തം, സ്പീഡ്, അഗ്രസീവ് അല്ലാതിരിക്കാനായിട്ടുള്ളത്, അതൊക്കെ ഞാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഒരു റോൾ മോഡലാണ്. അതുപോലെ ജാക്ക് കാൻഫീൽഡ്, ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് അടുത്ത് പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ അദ്ദേഹം എഴുതിയതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനായിട്ട് പറ്റി. അദ്ദേഹം വളരെ എന്ന് പറഞ്ഞാൽ ഒട്ടും അഗ്രസീവ് ആകാതെ വളരെ സോഫ്റ്റായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യും. എൻ്റെ പുറത്തുനിന്നുള്ള അമേരിക്ക എന്നുള്ള ആദ്യത്തെ ഗുരു സ്റ്റീഫൻ കവി തന്നെയായിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്ത് മുംബൈയിൽ പോയായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മുംബൈയിൽ നടത്തിയ പ്രോഗ്രാമിനകത്ത് അന്നത്തെ ഈ 1,10,000 പ്ലസ് ടാക്സസ് ആയിരുന്നു അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ചാർജ്. അതുപോലെ തന്നെ റോബിൻ ശർമ്മയുടെ പ്രോഗ്രാമിന് പോയ അപ്പോൾ അദ്ദേഹമായിട്ട്, അപ്പോൾ അദ്ദേഹം ഒരു ഇന്ത്യൻ ഫിലോസഫിക്കകത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹത്തെ നമ്മളിവിടെ പലപ്പോഴും ഈ പെപ്ടോക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുള്ള മോട്ടിവേഷണൽ സ്പീച്ചിന് വേണ്ടിയിട്ടും റോബിൻ ശർമ്മ പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഈ കേരളത്തിലൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് റോബിൻ ശർമ്മയെ കൊണ്ടുവരാനായിട്ട് ഞാൻ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഫൈനലി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ത്യൻ റുപ്പീസ് 50 lakhs പ്ലസ് ടാക്സസ് ആയിരുന്നു. അപ്പോൾ അത്രയും കൊടുക്കാൻ ഓർഗനൈസേഷൻസ് ഇല്ലാത്തതുകൊണ്ട് അത് പിന്നീട് വേണ്ടാന്ന് വെച്ചു. അതേസമയത്ത് ശിവകേര വെറ്ററനാണ്, ഇപ്പോൾ ഇച്ചിരി പ്രായത്തിൽ തോന്നിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അദ്ദേഹം അന്ന് പറഞ്ഞത്, ഞാൻ അന്നേരം അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്തത്, അപ്പോൾ അദ്ദേഹം 5 ലക്ഷം രൂപയും ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റിയാണ്. അത് നമ്മൾ എമൗണ്ടിന് പറയുമ്പോൾ അത്രയും പരിചയമുള്ള ആളെന്ന് പറഞ്ഞാൽ അത്രയും അധ്വാനിച്ചിട്ടുള്ള ആളിൻ്റെ ഒരു. അതേപോലെ തന്നെ നമുക്ക് ദീപക് ചോപ്ര ഇന്ത്യൻ ഇത് നോക്കുമ്പോഴത്തേക്കും വൺ ഓഫ് ദ ബെസ്റ്റാണ് ഇൻ ദ US. 90-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഭയങ്കര ഡെപ്തിലാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. സംസാരിക്കുമ്പോൾ മാത്രം വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്. വളരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് കിട്ടാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നും പറഞ്ഞ് അദ്ദേഹം മോശം ട്രെയിനർ എന്നല്ല, അദ്ദേഹത്തിൽ നമുക്ക് ഒരുപാട് എടുക്കാനായിട്ട് വരും. ഓക്കെ. അതേപോലെ തന്നെ ബ്രിയാൻ ട്രേസിയുടെ ഒരുപാട് ബുക്കുകളുമുണ്ട്. ഭയങ്കര വെറ്ററൻ ട്രെയിനിങ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് പോലും നമുക്ക് കളയാനില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് അദ്ദേഹത്തിന് നട്ടിൽ ഒടിഞ്ഞു പോയിട്ട് 4 സൈഡിൽ നിന്ന് കമ്പിയുടെ ഫ്രെയിം ഇട്ടിട്ട്, അപ്പോൾ ഒടിഞ്ഞതിന് ശേഷം ഏതാനും ദിവസങ്ങളിനകത്താണ്, അപ്പോൾ റോബോ നടക്കുന്ന പോലെ അതിനകത്തോടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ഞാനും അദ്ദേഹമായിട്ടുള്ള ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒത്തിരി ഉയരത്തിലൊരു ഇതിലിരിക്കുന്നു. ഞാനപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെവലിൽ പോയി നിന്നുകൊണ്ടാണ് ഫോട്ടോ ഒക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു. കാരണം പലപ്പോഴും കോൾ ലെവലൊക്കെ വന്നിട്ട് നമ്മൾ മാറ്റി വെക്കുക. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം ആ ഒരു പ്രശ്നം ഉണ്ടാഞ്ഞിട്ട് പോലും പ്രോഗ്രാം മാറ്റി വെക്കാതെ, ഇന്നിപ്പോൾ നല്ല പ്രായമായി പക്ഷേ എങ്കിൽ പോലും. അതേപോലെ തന്നെ ഞാൻ പഠിച്ചത് ടി ഹാർവക്കർ, വെൽത്തിൻ്റെ ട്രെയിനറാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ട്രെയിനിങ്സും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പഠിപ്പിക്കണമെന്നില്ല. അദ്ദേഹം വളരെ കൃത്യമായി പ്രോഗ്രാം ചെയ്തിട്ട് എക്സ്പേർട്സിനെ വിട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റിയ ആർക്കും. അതേപോലെ തന്നെ ഞാൻ വൈൻ ഡയറിൻ്റെ പ്രോഗ്രാം, അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി ഹെഡ് കൂടിയായിരുന്നു. വളരെ നല്ല ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളാണ് അദ്ദേഹം, ഇപ്പം അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹം മരിച്ചുപോയി, എങ്കിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ച എന്തെന്നും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റോബർട്ട് കിയോസാക്കി, എൻ്റെ ആദ്യകാലത്ത് വെൽത്ത് ട്രെയിനിങ്ങിനകത്ത് ഞാൻ വളരെ കാര്യമായിട്ട് പോയിട്ടുള്ള ഇതാണ്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫ് കിം ആയിട്ടൊക്കെ പരിചയപ്പെടാനായിട്ട് പറ്റി. അവരുടെ ഫാമിലിയായിട്ട് ഞാനുള്ള ഫോട്ടോ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് റോബർട്ട് കിയോസാക്കിയുടെ ഒരുപാട് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം വളരെ പ്രധാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസോസിയേഷൻ എഴുതിയിട്ടുള്ള 46ഓളം പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു എന്നുള്ളതാണ്. എക്സ്ട്രാ ഇത് കൊടുത്തിട്ട്, ചിലവ് കൊടുത്തിട്ടാണ്. അന്നിവിടെ ഈ പുസ്തകങ്ങളൊന്നും ഇന്ത്യയിൽ കിട്ടാനില്ലായിരുന്നു. അതെല്ലാം ഞാൻ വാങ്ങിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ലൂയി ഹേ, ലോകത്തിലുള്ള ഹീലേഴ്സിൻ്റെ മദർ എന്ന് വേണേൽ പറയാം. അപ്പോൾ അവർ പറയുന്നത് തന്നെ അത്ഭുതമാണ്. 92 വയസ്സിൽ ആകുന്നവരത്തേക്ക് അവരുടെ ഫേസിനകത്തുള്ള തേജസ് കണ്ടാൽ, പിന്നെ അവരുടെ പുസ്തകങ്ങൾ നമുക്ക് ഹീൽ ചെയ്യാനായിട്ടുള്ള, അപ്പോൾ പലപ്പോഴും ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ഹീലിങ്ങിന് അതിൽ നിന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡായി പറയുന്നത്. അതുപോലെ തന്നെ സിഗ് സിഗ്ലർ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ 50,000 പേരൊക്കെയാണ് മിനിമം. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും നമ്മൾ സെയിൽസിന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും അതിൽ നിന്ന് ഒട്ടും കളയാനില്ല, ഒരു ബുക്ക് മാറ്റി വെക്കാനില്ല. കാരണം എല്ലാത്തിനകത്തും നമുക്ക് സെയിൽസ് സ്ട്രാറ്റജി അത്രയും നമ്മൾ പഠിച്ചാൽ മതി ലോകത്തിൽ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജയ് എബ്രഹാമായിട്ട് പരിചയപ്പെട്ടത്. ലോകത്തിലെ ഇന്നത്തെ കോസ്റ്റ്ലിയസ്റ്റ് ട്രെയിനറാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വളരെ നല്ല രീതിയിലിരിക്കും. കാരണം അദ്ദേഹത്തുമായിട്ട് എനിക്ക് തോന്നുന്നൊരു 5 വർഷത്തിൽ കൂടുതൽ അദ്ദേഹത്തിനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഞാൻ സ്വപ്നം കണ്ട് നടന്ന. അദ്ദേഹത്തിന് നേരിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവരുടെ കമ്പനി എടുക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പോളിസി, അദ്ദേഹം 100 days ഒരു വർഷം വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് ഒരുപാട് പോളിസി ഉള്ളതാണ്. ആ ഒരു മിക്സഡ് റേസാണ്, ആഫ്രോ അമേരിക്കൻ. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഒരാളെ ഗ്രീറ്റ് ചെയ്യുന്നതിന് 36 വിവിധ മെത്തേഡുകളിൽ ഗ്രീറ്റ് ചെയ്യുന്നത് പോലും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് കൂട്ടാനായിട്ടുള്ള ഒരുപാട് മെത്തേഡ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ നമുക്കതിനൊരു അവരുടെ നമുക്കൊരു ഓർഗനൈസേഷൻ എടുത്തിട്ട് കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ സെയിലിനെ ഡബിൾ ആക്കുക, അല്ലെങ്കിൽ 3 times or 4 times ആക്കുക. ഞാൻ ജയ് എബ്രഹാമിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ വേണ്ട.
ഒരുവിധപ്പെട്ട വലിയ ഏതൊരു ഓർഗനൈസേഷൻ്റെ സെയിൽ വേണം എനിക്ക് ഡബിൾ ആക്കാനായിട്ട്. കൃത്യമായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ഒരു പക്ഷേ നമ്മൾ ആ സിസ്റ്റം മുഴുവൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചൊക്കെ പിരിയുമ്പോൾ അദ്ദേഹം എനിക്കൊരു അദ്ദേഹത്തിൻ്റെ ജയ് എബ്രഹാമിൻ്റെ പേരിൽ പുറത്ത് ടാഗൊക്കെ ഒട്ടിച്ചൊരു ഹാർഡ് ഡിസ്ക് തന്നു. അപ്പം ഞാനത് അതിനെ വിശദമായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും 450 GB അദ്ദേഹത്തിൻ്റെ സ്പീച്ചസും ക്ലാസ്സും റെഫറൻസും പവർ പോയിൻറ്റുകളും എല്ലാം അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ ഒരു കോപ്പി എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് കിട്ടി. എനിക്കിഷ്ടപ്പെട്ടത് പേ ചെയ്യാതിരിക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ കയ്യിൽ, ഇപ്പോൾ നമ്മൾ എബ്രോഡ് പോകുമ്പോൾ പലപ്പോഴും ഒത്തിരി ഡോളേഴ്സ് കയ്യിൽ സൂക്ഷിക്കത്തില്ല. എങ്കിലും എന്തായാലും ആ സമയത്ത് എൻ്റെ കയ്യിൽ $5,000 ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു ക്ലാസ് എടുത്തതിൽ നിന്നും കിട്ടിയ പൈസയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് $5,000 ഭാഗ്യത്തിനുണ്ടായിരുന്നു. ഞാൻ $5,000 ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം പോയി സെക്രട്ടറി പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ആംസ്റ്റർഡാമിൽ നിന്നാണ് കൈ കൊടുത്ത് ലാസ്റ്റ് പിരിഞ്ഞത്. അപ്പോൾ ഇനി കാണുന്നവരത്തേക്ക് മൈൻഡിൽ ഞാൻ എപ്പോഴും കണക്റ്റഡ് ആണ്. ഐ ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ്. അതുപോലെ ജിം റോൺ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിൻ്റെ കോട്ട്സും ഒക്കെ കുത്തിയിരുന്ന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഞാൻ റീസെർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഏതാണ്ട് 20 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാം എടുത്ത ആളാണ് ആന്റണി റോബിൻസ്. ആന്റണി റോബിൻസിനെ ഇങ്ങനെ ആക്കിയെടുത്തതും ജിം റോൺ ആണ്. അദ്ദേഹത്തിൽ നിന്ന് എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ജിം കോളിൻസ് എന്ന് പറഞ്ഞാൽ വലിയ കോർപ്പറേറ്റ്സുകൾ ഫെർദറായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള മെത്തേഡ്സിലാണ്. അദ്ദേഹത്തിനകത്തും കൂടുതലും ഈ പറഞ്ഞ പോലെ മോട്ടിവേഷണൽ സ്പീച്ചസും ഉണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് അദ്ദേഹത്തിന് ഇല്ല, ടൈം അത്രയും കിട്ടത്തില്ല. പിന്നെ അടുത്തത് ടോം പീറ്റേഴ്സ് എപ്പോഴും നമുക്ക് ചെറിയ സമയത്തുള്ള ടോക്കാണ്. പക്ഷേ എനിക്ക് ടോം പീറ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, നേരത്തെ മുതൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിന് പോയാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ മുഴുവനും നമുക്ക് ക്ലാസ് എടുത്തത് മുഴുവനും അദ്ദേഹം അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ലോഡ് ചെയ്യും. നമുക്കതിൽ നിന്ന് അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം താല്പര്യമുള്ള ആൾക്കാർക്ക്. ഇതൊരു 10-20 വർഷമായിട്ട് ടോം പീറ്റേഴ്സ് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ കോളേജുകളുടെയും സ്കൂളിൻ്റെയൊക്കെ പഠനത്തിനകത്തുള്ള ഏറ്റവും കൂടുതൽ ഗ്യാപ്പ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കൂടുതലും എന്ന് മനസ്സിലാക്കിയതൊക്കെ ഞാൻ ടോം പീറ്റേഴ്സുമായിട്ടുള്ള ബന്ധത്തിലാണ്. പിന്നെ അടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ലെസ് ബ്രൗൺസിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചത് ഏറ്റവും ചിരിച്ചോണ്ട് ക്ലാസ് എടുക്കാനായിട്ട്. പലപ്പോഴും ഞാൻ അറിയാതെ ഗൗരവത്തിലായി പോകും. പ്രത്യേകിച്ച് ചില പോയിന്റ്സ് ഒക്കെ ചിന്തിച്ച് വരുമ്പോഴത്തേക്കും ബ്രെയിൻ വർക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും. പക്ഷേ ഇടയ്ക്കാണെങ്കിലും ചിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുള്ളതും എല്ലാവരെയും ഒരു ഈസിയായി ക്ലാസ് പഠിപ്പിക്കാനായിട്ടും ആക്ഷൻ പ്രോഗ്രാമിനകത്തൊക്കെ എനിക്ക് ഒരുപാട് സൗണ്ട് വീണ്ടും എടുക്കുന്നതിലൊക്കെ ഞാൻ അദ്ദേഹത്തിന് അത്ര അഗ്രസീവ് അല്ല, കുറച്ചുകൂടെ സോബറായിട്ടുള്ള സ്പീച്ചാണ്. അടുത്തത് നിക് വിജാസിക്, അതറിയാം, കൈകളും കാലുകളും ഇല്ലാത്ത പ്യുവർലി മോട്ടിവേഷനിലാണ്. അതുപോലെ ബോബ് പ്രോക്ടർ, അദ്ദേഹം സീക്രട്ടിനകത്തൊക്കെ വന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നമ്മളോട് ഇല്ല, പക്ഷേ ഒരുപാട് തിയറീസ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ മറ്റ് ഞാൻ ഇത് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് മാർക്ക് വിക്ടർ ഹാൻസൺ, വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, വെൽത്തിൻ്റെ പ്രിൻസിപ്പിൾസാണ്. തന്നെയല്ല ജാക്ക് ആൻഫീൽഡ് ഒരു പാർട്ട്നേഴ്സാണ്, ഒന്നിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ അടുത്തത് ഏറ്റവും ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നതും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതും രാംചരനാണ്. രാംചരൻ ഒരു ഭയങ്കര ഫിനോമിനൽ, ലോകത്തിലെ ഏറ്റവും ടോപ്പ് ട്രെയിനേഴ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് കോർപ്പറേറ്റ് ഹെഡ്സ്, CEOs, കൺട്രിയുടെ രാജ്യങ്ങളുടെയും പൊളിറ്റിക്കൽ ഹെഡുകളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളാണ്. അതുപോലെയൊക്കെ ആകാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമെന്ന് ചിന്തിക്കുന്നതാണ്. അത്രയും ഭയങ്കര നോളജ് ഉണ്ട്. അപ്പം നല്ല ഏജ്ഡാണ്. എന്നാലും അദ്ദേഹത്തെ കൊണ്ട് പറയുന്നത് പോലെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടാനുണ്ട്. എക്കാർട്ടുള്ള എനിക്ക് അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് പലപ്പോഴും കേട്ടിട്ട് എനിക്ക് അത്ര, കാരണം അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് വളരെ 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 താഴെയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മീനിങ്ങും അദ്ദേഹം തരുന്ന പവറും. പിന്നെ ജാക്ക് വെൽഷ്, അദ്ദേഹം ഒരു കോർപ്പറേറ്റ് സിനാരിയോയിൽ എങ്ങനെയാണ് GE പോലെ നമ്മുടെ കമ്പനി വളർത്താൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചാണ്. പിന്നെ ഞാൻ നേരിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളതിൽ ജോൺ ഡി മാർട്ടിനി, അദ്ദേഹം അമേരിക്കയിലെ ടെക്സാസിലാണ്. ഞാൻ അദ്ദേഹമായിട്ട് നേരിട്ട് കാണുകയും ഞാൻ ഷിക്കാഗോയിൽ അദ്ദേഹത്തിൻ്റെ 3 days പ്രോഗ്രാം പ്രത്യേകമായിട്ട് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം ബാംഗ്ലൂർ വന്നതും ചെന്നൈയിൽ വന്നതും ഒക്കെ എൻ്റെ അടുത്ത് പറയുകയൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കണ്ടാൽ വളരെ ചെറുപ്പമാണ് നമുക്ക് ഫോട്ടോയിൽ തോന്നും, പക്ഷേ നല്ല ഏജുള്ള ആളാണ്, പക്ഷേ ഗ്രേസ്ഡ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറാണ് ജോൺ വിറ്റാലിയ. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സീക്രട്ടിൻ്റെ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ്. അതുപോലെ ജോൺ ഗ്രേ കംപ്ലീറ്റ്ലി ഫാമിലി റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഫാമിലി റിലേഷൻഷിപ്പിൽ ഇൻഡെപ്ത് നോളജ് പോകാനായിട്ട്
ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ജോൺ ഗ്രേ ആണ്. റിലേഷൻഷിപ്പിനെ കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചും, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ സംസാരിക്കുമ്പോൾ സെക്സിനെക്കുറിച്ച് ഒരു അറപ്പും വെറുപ്പും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും എന്നുള്ള ആ രീതിയിലേക്ക് എനിക്ക് മാറ്റം വന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഏഷ്യയിൽ നോക്കുമ്പോഴത്തേക്കും വിഷൻ ലക്ഷാനി, അദ്ദേഹം US ഒരു ട്രെയിനിങ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു IT പ്രൊഫഷണൽ ആയതിനു ശേഷം പിന്നെ വന്ന് ഒരുപാട് പേരെ ഒന്നിച്ച് കൂടെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ട്രെയിനിങ്, അദ്ദേഹത്തിൻ്റെ സ്പീച്ചസും ഉണ്ട്, ട്രെയിനിങ് ബിസിനസ്സും ഉണ്ട്. അതുപോലെ മിസ്റ്ററി ട്രെയിനിങ്ങിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എബ്രഹാം ഹിക്സ്, ടീച്ചിങ് ഓഫ് എബ്രഹാം. അപ്പോൾ ഈസ്റ്റർ ഹിക്സിൻ്റെ പ്രോഗ്രാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഡിഫറെൻ്റ് അനുഭവമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇതാണ് റോബർട്ട് അലൻ. റോബർട്ട് അലനാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു നല്ല ട്രെയിനറാണ്. അതേപോലെ തന്നെ ഡാൻ സുള്ളിവാൻ, അതായത് കോച്ചിങ്ങിൻ്റെ മേഖലയിൽ ഒരുപാട് നല്ല ഭയങ്കരമായ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങും എല്ലാം. പിന്നെ നമുക്ക് ജോൺ അഷ്റഫ്, അപ്പോൾ അതും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ സീക്രട്ടിൽ കൂടെ ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിതിൽ ഒരു പറയാനുള്ളത്, നമുക്കിപ്പോൾ ഇപ്പം നമ്മുടെ പല പിന്നെ യൂട്യൂബ് അനലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ വളരെ നല്ല പിന്നെ കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് ട്രെയിനിങ് മേഖലയിലൊരു ശരിക്കും പറഞ്ഞ ഒരു പാഠമാക്കാനായിട്ട് പറ്റിയ ഒരുപാട് സംഭവം. ഞാൻ ട്രാൻസ്ഫോർമേഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ചൊരു പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എടുക്കണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ എനിക്ക് ഒത്തിരി അഭിപ്രായങ്ങൾ എടുക്കാനായിട്ട് പറ്റി. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നമുക്കിതുപോലെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് ഈ പേരുകളിൽ വരുന്നതല്ലാതെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം തന്നെ ഇവിടെ നിന്നൊക്കെ തന്നെ നമുക്ക് പോയി ട്രെയിനിങ് എടുക്കാവുന്ന ലക്നോ IIM ഷോർട്ട് ടൈം കോഴ്സസ് ഉണ്ട്. IIM അഹമ്മദാബാദിൽ നമുക്ക് 1 വീക്ക് കോഴ്സ് ഉണ്ട്, അഫോർഡബിളാണ്. IIM ബാംഗ്ലൂർ അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് IIM കോൽക്കട്ടയിൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് പിന്നെ എന്താണ് 1 വീക്ക് കൊണ്ട്, അതിൽ 5 days ആയിരിക്കും, 5 days കൊണ്ട് തീരുന്ന നമുക്ക് ഏറ്റവും ആവശ്യമുള്ള, അപ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ കോഴ്സസിനൊക്കെ നമുക്ക് പോകാം. അപ്പോൾ അവിടുത്തെ ഈ IIM തന്നെ പ്രശസ്തരായ പ്രൊഫസേഴ്സ് തന്നെ ആയിരിക്കും അത് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം പലപ്പോഴും അവരുടെ ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിൽ നിൽക്കുന്ന കഴിഞ്ഞും കുറച്ചുകൂടി, കാരണം വളരെ വളരെ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്സിന് മാത്രമേ നല്ല ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനേഴ്സ് ആകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പഠിക്കേണ്ടത്, അപ്പോൾ ഒരു പ്രൊഫസറിൽ നിന്നോ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്നോ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവരാകാൻ പറ്റും. അതല്ല, നമ്മളൊരു നല്ല ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനർ ആകണമെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഇതല്ലാതെ ഇവിടെ നിന്നുള്ള സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ബാങ്കുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചിയിൽ, ചെന്നൈയിൽ, ഹൈദരാബാദിൽ, മുംബൈയിൽ RBIയിലൊക്കെ ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഡൽഹിയിൽ ഒക്കെ ഇങ്ങനെ ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പൂനെയിൽ നാഷണൽ ഇൻഷുറൻസ് അക്കാഡമി ഉണ്ട്. അതുപോലെ അപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റിയായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ പോലീസ് അക്കാഡമി ഹൈദരാബാദ്. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവരെ ഈ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കഴിഞ്ഞും കുറച്ചുകൂടെ ആൾക്കാർ അവിടെയുള്ള ട്രെയിനിങ്ങിനകത്ത് അവർ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു ടോപ്പിക്ക് കൊടുത്തിട്ട് അവരുടെ ആ ഒരു ഇതുകൂടെ എൻജോയ് ചെയ്യുന്നതാണ്. അപ്പം ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അപ്പോൾ IASകാർക്ക് ആദ്യത്തെ ബേസിക് ട്രെയിനിങ് എല്ലാം അവിടെയാണ് കൊടുക്കുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രൊഫസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത IAS ഓഫീസേഴ്സൊക്കെ അവിടെ ഫാക്കൽറ്റീസാണ്. പക്ഷേ ഒരു ചേഞ്ചിന് വേണ്ടി ചില ടോപ്പിക്സ് പുറത്തുനിന്നുള്ള ട്രെയിനേഴ്സിനെയാണ് അവരവിടെ വിളിക്കുന്നത്. മസൂറിയിൽ അതിന് വേണ്ടിയിട്ട് തന്നെ അവർക്ക് താമസമൊക്കെ കൊടുത്ത് പല ബാച്ചായിട്ട്, പിന്നെ അത് കഴിഞ്ഞ ഒരു സർട്ടൻ ഇയേഴ്സ് 5 വർഷം 15 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്സ് ഉണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ ഫാക്കൽറ്റീസിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ കൊടുക്കുന്ന സബ്ജക്റ്റ് അത് വളരെ ആലോചിച്ചതിന് ശേഷം തന്നെയാണ് ഗവൺമെൻറ് എടുക്കുന്നതും. പിന്നെ അതിലേക്ക് ട്രെയിനിങ്ങിന് സെലക്ട് ചെയ്തെടുക്കുന്ന ആൾക്കാരെ അവരുടെ പ്രൊഫൈലൊക്കെ ഒത്തിരി നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ കേരള പോലീസ് അക്കാഡമി, കേരള പോലീസ് ട്രെയിനിങ് കോളേജ് കഴിഞ്ഞ 20 വർഷമായിട്ട് ട്രെയിനിങ് എടുക്കുന്നതാണ്. അതുപോലെ ജുഡീഷ്യൽ അക്കാഡമി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, സെൻട്രൽ ഗവൺമെൻറ്റാണ്. കോഓപ്പറേറ്റീവ് സെക്ടറിലുള്ള ആൾക്കാർക്ക് മാത്രം ട്രെയിനിങ്, IMG. ഇവിടെയൊക്കെ നമ്മൾ അപ്പോൾ സ്ഥിരമായിട്ടൊരു ഫാക്കൽറ്റി അവരെടുക്കണമെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ പഠിച്ചതിന് ശേഷമായിരിക്കും എടുക്കുന്നത്. ആരും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല.
ആ പ്രൊഫൈല് പോലെ തന്നെ നമുക്ക് അവർക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഉള്ള ആൾക്കാരെ ആയിരിക്കും അവരെടുക്കുക. അതുകൂടാതെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രെയിനിങ് നടത്തുന്ന ആൾക്കാർ അത് കേട്ടിട്ടും രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ കണ്ണു അടച്ച് നോളജിനോട് നോ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബൈബിളിൽ പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, വിഡ്ഢികൾ എപ്പോഴും ജ്ഞാനത്തെ പുച്ഛിക്കും. അപ്പം നല്ല ജ്ഞാനം എവിടെ കിട്ടുന്നോ നമുക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്ന ഒരാളെ തിരഞ്ഞെടുത്തതിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റാം. കാരണം നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ, ആക്ഷൻ. ഇപ്പോൾ എബ്രോഡൊക്കെ എൻ്റെ ഒരു ക്ലാസ് പണ്ടൊക്കെ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ബയോഡേറ്റ മാത്രം പോരാ, ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ പാർട്ട് അവർ 1 മണിക്കൂറൊക്കെ വീഡിയോയിൽ കിട്ടണമെന്ന് അവർ നിഷ്കർഷ ചെയ്യും. കാരണം അവർക്കത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ പറയുമ്പോഴത്തേക്കും മറ്റ് ട്രെയിനേഴ്സിനെ നമ്മൾ പറയുമ്പോൾ മലയാളികളുടെ ഇടയ്ക്ക് തന്നെ വളർന്നു വന്ന ഒരു ട്രെയിനറാണ്, സെയിൽസിലൂടെ വളരെ നല്ല രീതിയിൽ വന്ന ആളാണ്, എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടുമാണ് സന്തോഷ് നായർ. സന്തോഷ് നായർ മുംബൈയിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൽ വളരെ നന്നായിട്ട് വർഷങ്ങളായിട്ട് ട്രെയിനിങ് എടുക്കുന്നതാണ് മിസ്റ്റർ മധു ഭാസ്കരൻ. എൻ്റെ ആൾക്കാർ പോയിട്ടുള്ളവരൊക്കെ ഒരു ദോഷം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആൾക്കാർ പോയി ക്ലാസ് എടുക്കുന്നതും അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സാണ് സജീവ് നായർ. അപ്പോൾ ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒന്നും ക്ലാസ് നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ യു ആർ ടെല്ലിങ് നോ ടു ദ നോളജ്. നോ. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള, അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം തന്നെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ആയിരക്കണക്കിന് ചോയ്സസ് ഉണ്ട്. ദ ബെസ്റ്റ് ചോയ്സ് തിരഞ്ഞെടുക്കുന്നവനാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്. അപ്പോൾ സക്സസ് ഈസ് അബൌട്ട് ടേക്കിംഗ് ചോയ്സസ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത ട്രെയിനേഴ്സിനെ പറയാനുള്ളതിനകത്ത് ഡോക്ടർ ജിതേന്ദ്ര അടിയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മെഡിക്കൽ പ്രൊഫസറായിരുന്നു. മൈൻഡിനെ കുറിച്ചൊരു 10-30 വർഷമായിട്ട് പഠിച്ച്, അപ്പം ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് മൈൻഡ് ട്രെയിനിങ് എടുക്കുന്നത്. അതുപോലെ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡോക്ടർ വിജയലക്ഷ്മിയുണ്ട്, സൈക്കോളജിസ്റ്റാണ് ബേസിക്കലി. അവരും ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ മൈൻഡിനെ കുറിച്ച് ട്രെയിനിങ് എടുക്കും. നമുക്ക് സൈക്കോളജിസ്റ്റ് മാത്രമായിരുന്നുകൊണ്ടാവില്ല, ഇതൊരു മഹാസാഗരമാണ്. അതിനകത്ത് ഏറ്റവും നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര എക്സ്പോഷർ വേണം. അതുപോലെ തന്നെ ഡോക്ടർ ജിതേന്ദ്ര അടിയയുടെ ഉദ്യോഗം പഠിച്ചിറങ്ങിയതാണ് സ്നേഹ ദേശായി. അപ്പോൾ അയാളും ഗുജറാത്ത് മേഖലയിൽ നന്നായിട്ട് ട്രെയിനിങ് എടുക്കുന്നതാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. മുംബൈ മേഖലയിൽ IIT എന്നൊക്കെ പഠിച്ചിറങ്ങിയ ഒരു സുനിൽ പരേഖ്, ഒരു വിധത്തിൽ എൻ്റെ ഒരു ശിഷ്യനും കൂടിയാണ്, എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ശിഷ്യനായിട്ടില്ലാത്ത, ഞാൻ അദ്ദേഹത്തിന് ശിഷ്യനാകാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളുണ്ട്, TT രംഗരാജൻ. പക്ഷേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ സ്പീച്ചുകൾ പലപ്പോഴും യൂട്യൂബിൽ കൂടെ ഞാൻ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പം എനിക്ക് വളരെ സൗഹൃദമുള്ള ഒരാളാണ് ഡോക്ടർ ഭരത് ചന്ദ്ര. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഈ ട്രെയിനേഴ്സിൻ്റെ ഒരു വലിയ ഗുരുവാണ്. മെഡിക്കൽ ഡോക്ടറാണ്. ഇന്ത്യ മുഴുവനും ഗൾഫ് റീജിയൻസിലൊക്കെ ഓടി നടന്ന ട്രെയിനിങ് എടുത്ത് ഞങ്ങൾ പല പ്രാവശ്യം ഐഡിയാസ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു മോട്ടിവേഷണൽ എക്സ്പേർട്ടാണ് സന്ദീപ് മഹേശ്വരി. നമുക്ക് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് തന്നെ കണ്ടറിയാം ആൾക്കാർ എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിനെ ഇത് ചെയ്യുന്നുണ്ട്. ഹിന്ദിയിൽ സംസാരിക്കുന്നുള്ളൂ, പക്ഷേങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്. അതുപോലെ പ്രിയ കുമാർ, അവരവരുടേതായ രീതിയിൽ എന്തുമാത്രം അവർക്ക് കഴിയുന്നുണ്ടോ, അപ്പോൾ നോളജ് ഒരാളെ സക്സസ്ഫുൾ ആക്കാനായിട്ട് ഇവരെല്ലാം ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ചോയ്സ് ഉണ്ട്, അതിന് പോവുകയും ചെയ്യാതിരിക്കാം. അതുപോലെ തന്നെ ഡോക്ടർ ന്യൂട്ടൻ കൊണ്ടുവെട്ടി. അപ്പോൾ ഞാനുമായിട്ട് വളരെ ഹൃദയബന്ധമുള്ളതാണ്, മെഡിക്കൽ ഡോക്ടറാണ്. അതിൻ്റെ ഭാര്യയും മെഡിക്കൽ ഡോക്ടേഴ്സാണ്. പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ആഴ്ചകളോളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ആളാണ് ഡോക്ടർ യുവരാജ് കപാഡിയ. മുംബൈയിൽ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അദ്ദേഹത്തിൻ്റെ 30 ദിവസം അറ്റസ്ട്രച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ വളരെ സൗഹൃദത്തിലാണ്. അതുപോലെ തന്നെ മറ്റൊരു ആക്ച്വലി ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ് രാജേഷ് ടാഗോർ, ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ആദ്യം അറ്റൻഡ് ചെയ്താണ് തുടങ്ങി. പിന്നീട് അദ്ദേഹം എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ചെന്നൈയിലും ബാംഗ്ലൂരും കൊൽക്കട്ടയിലും ഒക്കെ നടക്കുന്ന ട്രെയിനിങ്ങിനകത്ത് എന്നെക്കുറിച്ചുള്ള കഥകൾ രാജേഷ് ടാഗോർ പറയുക എന്ന് പറയുന്നൊരു പതിവാണ്. അപ്പോൾ അതിൽ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്, കാരണം അത്ര തിരക്കുള്ളൊരു ട്രെയിനറാണ് അദ്ദേഹം. ഈ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ട്രെയിനീസ് പോലും എന്നെ അറിയും. പിന്നെ അടുത്ത കാലത്ത് ഇന്ത്യയിൽ വളരെ മാറ്റം വരുത്തിയ ആളാണ് ഈ വിവേക് ബിന്ദ്ര, ഡോക്ടർ വിവേക് ബിന്ദ്ര എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം 20 മില്യണിന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വ്യൂസ്. അദ്ദേഹത്തിനെക്കുറിച്ച് ചില കോൺട്രവേഴ്സികളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ട്രെയിനർക്കും കോൺട്രവേഴ്സി വരാം. അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചിരട്ടയും തോടും നമ്മൾ തിന്നേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് താല്പര്യമുള്ളത് ആ കൊപ്രായിലോ ഇല്ല കോക്കനട്ട് മീലോ ഇല്ലെങ്കിൽ അതിനകത്തുള്ള വെള്ളത്തിലോ ആണ്. യു ടേക്ക് ദാറ്റ്. ബാക്കിയുള്ളത് എറിഞ്ഞു കളയുക.
ഇപ്പോൾ ട്രെയിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ അപാകതയോ തെറ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യരല്ലേ, അപ്പം തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് മുഴുവൻ അതുകൊണ്ട് തെറ്റായിരിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സി അപ്പോൾ ചെയ്യാറുണ്ട്. അതുപോലെ കാനഡ ബേസ്ഡ് ഒരു നല്ലൊരു ട്രെയിനർ ഇപ്പം ഡാൻ ലോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും യൂട്യൂബ് ചെയ്ത് നല്ലൊരു ക്ലാസ് എടുക്കുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് യൂട്യൂബുകളെല്ലാം കൂടിയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് സമ്പന്നനാകുന്നതെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. സത്യം അതല്ല. അദ്ദേഹം പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു സെൻസിൽ ന്യൂറൽ പാത്വേ ഉണ്ടായിട്ടില്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. എങ്ങനെയാണ് നമുക്ക് സമ്പത്തായിട്ട് നമ്മുടെ ടൈം കൺവേർട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഡാൻലോക്ക് പറഞ്ഞിട്ടുള്ളത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതാണ് അതിനകത്തെ കാര്യം. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണ്, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ബുക്കിനകത്ത് തന്നെ ഞാൻ എഴുതി വെച്ചേക്കുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ മൊത്തം നമുക്കൊരു കോൺവെർസേഷണൽ രീതിയും അനുഭവങ്ങളും കഥകളും യാത്ര പോയപ്പോൾ കിട്ടതൊക്കെ. അതുപോലെ മുംബൈ ബേസ്ഡ് മറ്റൊരു ട്രെയിനറാണ് ആബ മര്യാദ ബാനർജി. അവരവരുടേതായ രീതിയിൽ പൊങ്ങി വരുന്നുണ്ട്. പിന്നെ ഞാൻ പഠിപ്പിച്ച ആൾക്കാരായിട്ട് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഡൽഹിയിലും ഒക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന പൊങ്ങി വരുന്ന ആൾക്കാരുണ്ട്. കേരളത്തിൽ തന്നെ എനിക്ക് 132 ട്രെയിനേഴ്സ് ഞാൻ ട്രെയിനേഴ്സ് ട്രെയിനിങ് നടത്തി തന്നെ കേരളത്തിൽ നിന്ന് അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ കൂടുതൽ ആൾക്കാർ കോച്ചായിട്ടും ഒക്കെ എൻ്റെ അടുത്ത് പഠിച്ചു. അവരെല്ലാം അത് അവരുടെ പ്രൊഫഷൻ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ടെൽ നോ ടു ദ നോളജ്. അപ്പോൾ ഇപ്പോൾ ട്രെയിനറുടെ സംസാര രീതി, അദ്ദേഹത്തിൻ്റെ ചിലപ്പം ഒരു ഡിസോർഡർ, അതൊന്നും ലാസ്റ്റ് പിന്നെ എന്താണ് അത് ഇവാലുവേറ്റ് ചെയ്യാനല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗുഡ് ട്രെയിനറോ ബാഡ് ട്രെയിനറോ എന്നോ പറയാൻ പറ്റത്തില്ല. എൻ്റെ വിലയിരുത്തൽ, എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആരാണോ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ഐഡിയാസ് കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി ഐഡിയാസ് തരുന്ന ആൾക്കാരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ട്രെയിനേഴ്സ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ കിട്ടും. ഇന്ന പുസ്തകങ്ങൾ വായിക്കാം, ഇന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പം ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ള പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ബുക്ക് മാത്രം ഞാൻ എഴുതി ഇടുവാണെങ്കിൽ ഇതിലേക്ക് ട്രെയിനിങ്ങിന് വരുന്ന ആൾ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ പല കോഴ്സിൻ്റെ അവസാനം കൊടുക്കാറുണ്ട്. ചില ബുക്കിനകത്ത് ഞാൻ എഴുതാറുണ്ട് ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. അപ്പോൾ അത് മാത്രം തിരഞ്ഞെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു വലിയ സാധ്യതയാണ്. ഇനി മറ്റൊരു വിധത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഈ ഞാൻ ഒരു കാര്യം കണ്ടിട്ടുള്ളത്, ഒരു ഫീസും വാങ്ങിക്കാതെ പല സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് കാശൊന്നും പോകാത്തതുകൊണ്ട് എന്താണ്, അതിനെ സംബന്ധിച്ച് ആ ക്ലാസ് എടുക്കുമ്പോൾ അതിന് ശുഷ്കാന്തിയില്ല. അപ്പോൾ അതിന് റിസൾട്ടിനെ കുറിച്ച് അവർ ബോധേഡല്ല. നമ്മൾ ഇൻട്രൊഡക്ടറി ക്ലാസ് എടുക്കുമ്പോഴും പല കാര്യത്തെക്കുറിച്ച് ആൾക്കാർ ബോധേഡല്ല. പക്ഷേ നമ്മൾ വേറൊരു കാര്യമാണ്, ഒരു കോളേജിലെ ആൾക്കാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ കാര്യമായ ഫീസൊക്കെ കൊടുത്താൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള റിസർച്ചേഴ്സിനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ അടുത്ത ദിവസം വേറെ ഉള്ളവരുടെ അടുത്ത് പോകും. കോർഡിനേറ്റേഴ്സിനെ കിട്ടത്തുള്ളൂ, സ്ഥാപനങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ റെൻറ്റ്, ഇലക്ട്രിസിറ്റി, GST ഇതെല്ലാം കൊടുത്ത് വേണം നമ്മൾ ട്രെയിനിങ് നടത്താനായിട്ട്. അപ്പം അങ്ങനെ എല്ലാം നടത്തുമ്പോൾ അവിടെ പ്രൊഫഷണൽസ് പലരും വേണം. അപ്പം നമുക്ക് പണമില്ലാതെ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം തന്നെയല്ല, പണമില്ലാതെ മറ്റൊരാളെ വിജയിപ്പിക്കാനായിട്ട് നമ്മൾ എന്തിനാണ് പോകുന്നത്? പക്ഷേ ഓൺ ദ ഹോൾ ഞാൻ പറയാം, ഇപ്പം ഞാൻ ഒരുപാട് ബിസിനസ് പഠിപ്പിക്കുന്ന ആളാണ്. ഒരുപാട് ചില മേഖലയിൽ എനിക്ക് ഭയങ്കര എക്സ്പെർട്ടൈസ് ഉള്ള ബിസിനസ്സുണ്ട്. അപ്പം അപ്പം ഒരു ബിസിനസ്സിൽ ഞാനും പാർട്ണറായിരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യുമ്പം കിട്ടുന്ന വരുമാനം ഒരിക്കലും നമുക്ക് ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടില്ല. പക്ഷെ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം, ആദരവ്, സ്വീകാര്യത, അതുപോലെ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, ഇത് നമുക്ക് വേറൊരു ആക്ടിവിറ്റിയിൽ നിന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു. അതിനകത്ത് ഒരു 60 പേരോ 100 പേരോ ഉള്ള ഒരു ക്ലാസ്സിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നൊരു 20 പേരോ 12 പേരോ അവരിൽ വന്നിട്ടുള്ള മാറ്റം, വലിയ മാറ്റം, അവർ ലൈഫ് മാറിയതായിട്ട്, രക്ഷപ്പെട്ടതായിട്ട് നമ്മളെടുത്ത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മസാക്ഷാത്കാരം ഒരു വലിയ അവാർഡ് കിട്ടുന്നതിനെ കഴിഞ്ഞും പത്മശ്രീ കിട്ടുന്നതിനെ കഴിഞ്ഞും വലുത് തന്നെയാണ്, ഒരു സംശയമില്ല. ഞാൻ ഒരുപാട് അത് അനുഭവിക്കുന്നതാണ്. ഇപ്പം പലപ്പോഴും നമുക്ക് ഈ എവിഡൻസ് ബേസ്ഡ് ട്രെയിനിങ് വിജയിച്ചെന്നുള്ളതിന് എന്താ തെളിവ്? മനസ്സിന് മാറ്റം വന്നു, റിലേഷൻഷിപ്പ് മാറി, ഗുണം മെച്ചപ്പെട്ടു. ഇതൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല പുറത്തുനിന്ന് അളക്കാൻ പറ്റുന്ന എൻ്റെ ട്രെയിനിങ്ങിനകത്ത് ഒരു ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. ദ ബില്യണയർ മൈൻഡ് സെറ്റ് ട്രെയിനിങ്ങിന് ബിസിനസ് പഠിപ്പിക്കാനായിട്ട് വരുമ്പം ഞാനൊരു 10 MBA പഠിക്കുന്നതിന് കഴിഞ്ഞും കൂടുതൽ കാര്യങ്ങൾ ഞാൻ 12 പുസ്തകങ്ങളിൽ നിന്നും പിന്നെ ഏതാണ്ട് 10 ലെവലിലുള്ള ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഒരു 3-4 വർഷം കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ വേറെ എനിക്ക് എൻ്റെ കൂടെ 3-4 വർഷം വേണം.
പക്ഷേ ഈ 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ വന്നപ്പം 60 ലക്ഷം 80 ലക്ഷം 1.5 കോടിയോ 2 കോടിയോ ബിസിനസ് ഉണ്ടായിരുന്ന ഒരാൾ ഈ 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ 60 കോടിയോ 130 കോടിയോ 260 കോടിയോ 300 കോടിയോ കഴിഞ്ഞു പോകുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന അപ്പം അത് നമ്മുടെ ഏതൊക്കെ ട്രെയിനിങ് ഏതെല്ലാം വിധത്തിൽ അവർ ഉപയോഗിച്ചു മാറ്റം വന്നു നമുക്ക് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവരുമായിട്ട് ഞാൻ എപ്പോഴും നല്ല ടച്ചിലും കണക്റ്റഡുമാണ്. പക്ഷേ എന്നും പറഞ്ഞ് എനിക്ക് ഈ അവരുടെ പേരെല്ലാം അത് അവരുടെ സ്വകാര്യതയാണ്. ഇന്ന ആൾക്കാർ നമ്മുടെ ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം കൂടെ എനിക്ക് വെളിവാക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ വന്ന് സമീപിക്കുകയാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ സൂമിലോ അല്ലാത്തതിലോ അപ്പോൾ ഒരു ജേർണലിസ്റ്റാണ്, ഇഫ് യു വാണ്ട് ടു ലേൺ, സത്യം അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ പല ആൾക്കാരെയും നമുക്ക് സൂമിൽ തരാം. അപ്പോൾ സൂമിൽ തരാമെന്ന് പറഞ്ഞാൽ അവിടെ ഫേക്കായിട്ടൊന്നും കയറ്റാൻ പറ്റില്ല. കാരണം എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സും വലിയ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ അവരോട് തന്നെ നേരിട്ട് സംസാരിക്കാം, അവരിൽ വന്ന മാറ്റങ്ങൾ അളക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് എവിഡൻസ് ബേസ്ഡ്. പിന്നെ ആ എവിഡൻസ് എല്ലാം എടുത്ത് ഒരു ലാബിലെ പോലെ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ എനിക്ക് അൾട്ടിമേറ്റ് മെസ്സേജ് ഇതാണ്, ഈ ലൈഫിൻ്റെ സക്സസ് ഇസ് ദ ചോയ്സ്. ഏത് ചോയ്സ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഏത് അധ്യാപകനെ വേണം. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലും ലോകത്തെമ്പാടും കിട്ടുന്ന ഏറ്റവും മുന്തിയ ട്രെയിനേഴ്സിൻ്റെ അടുത്തെല്ലാം പോയി, അവിടെ എല്ലാം പോയി. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ ഇടത്തരം ആൾക്കാർക്ക് വേറെ ട്രെയിനിങ് എടുത്ത് കാശുണ്ടാക്കി അതിൽ നിന്ന് കിട്ടിയ കാശ് ഞാൻ കൊടുത്തിട്ട് തന്നെയാണ് പഠിച്ചത്. US-ലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഞാൻ വലിയ ട്രെയിനേഴ്സിന് ക്ലാസ് എടുക്കാൻ പോകുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് തന്നെ പ്രോഗ്രാം ഞാൻ ചാർട്ട് ചെയ്ത് മലയാളികളെയോ അല്ലാത്തവരെയോ ഹിന്ദിക്കാരെയോ ആരെയെങ്കിലും വെച്ചിട്ട് മാർക്കറ്റ് ചെയ്ത് സെർട്ടൻ നമ്പർ നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവിടെ പോയി അതിൽ നിന്ന് കിട്ടിയ ഫോറിൻ എക്സ്ചേഞ്ച് തന്നെ കൊടുത്ത് തന്നെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം ഡോക്ടർ ജയതിരാടിയുടെ അനുഗ്രഹമായിരിക്കാം, അദ്ദേഹം പഠിപ്പിച്ച മൈൻഡ് മാസ്റ്ററി. മൈൻഡ് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ഇന്ത്യൻ ഗുരുവിന് എന്താ പറയാനുള്ളത്, വേദങ്ങളും ബൈബിളും ഖുറാനും വെച്ചുകൊണ്ട് മോഡേൺ സൈക്കോളജി കൂടെ വെച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുക്കുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട് എനിക്ക് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ട്രെയിനിങ് എടുക്കേണ്ടതായിട്ട് വന്നില്ലെങ്കിൽ പോലും ദെയർ ഈസ് നോ പ്രോബ്ലം. ഞാൻ എല്ലാ വിഷയത്തെക്കുറിച്ചും പുസ്തകങ്ങൾ ഇറക്കി. അപ്പോൾ ഇപ്പം ഞാനെന്ന് ചെയ്യുന്ന ഒരു വിഡ്രോവലിൻ്റെ വക്കത്താണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പബ്ലിക് പ്രോഗ്രാംസ് അല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഏറ്റവും നന്നായിട്ട് വളർന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ മാത്രം തിരഞ്ഞെടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് അവരുമായിട്ട് ചേർന്ന് വെച്ചുകൊണ്ട് വലിയ വലിയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരുന്നതിൽ അപ്പോൾ സഫീഷ്യൻറ്റ് സ്റ്റുഡൻസ് ആയിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അധികമായി കഴിഞ്ഞു. അപ്പോൾ ഈ ഓപ്പൺ പ്രോഗ്രാംസ് അല്ല. രണ്ടാമത് എൻ്റെ ഫോക്കസ് വീണ്ടും മാറിയേക്കെന്ന് പറഞ്ഞാൽ ഓപ്പൺ പ്രോഗ്രാംസിന് പകരം ഇപ്പം ക്ലാസ് വേണമെന്ന് അത്യാവശ്യമുള്ള ആൾക്കാർക്ക് കാറിലിരുന്നും യാത്ര ചെയ്യുമ്പോഴും ചെവിക്കകത്ത് ഇത് വെച്ചുകൊണ്ട് ട്രെയിനിലോ ബസ്സിലോ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്ന പോലെ നമ്മൾ LMSകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് കോഴ്സുകളുണ്ട്, തുലം കോസ്റ്റും കുറവാണ്. അതെടുത്ത് ഉപയോഗിച്ച് നോക്കാം. പബ്ലിക് പ്രോഗ്രാംസിന് നമ്മൾ നേരത്തെ മുതലേ ഒരു നിഷ്കർഷ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും റീഫണ്ട് വേണമെങ്കിൽ നമ്മുടെ കൗണ്ടറിൽ വന്ന് പുസ്തകങ്ങളെല്ലാം എൻ്റെ പുസ്തകങ്ങൾ തന്നെ ചെയ്യുന്ന കൗണ്ടറുണ്ട്, അവിടെ നിന്ന് അവർക്ക് തിരിച്ച് റീഫണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നുള്ള അറിയിപ്പ് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ നിയമത്തിലും ഞാൻ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ലോയറുടെ ലെവലിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണോ ചെയ്യാനായിട്ട് പറ്റുന്നത് നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും നോക്കി അത്രയും സുരക്ഷിതം കൊടുത്തോണ്ടാണ് നമ്മൾ ട്രെയിനിങ്ങിന് ആൾക്കാരെ എടുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു സിംഗിൾ കംപ്ലയിൻറ്റ് വന്നാലും കൂടെ അവരത് പരിഹരിക്കാനായിട്ടുള്ള നിയമവശം പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്. പിന്നെ അവിടെ നിന്ന് പോയി നമ്മുടെ മെറ്റീരിയലെല്ലാം കോപ്പിയൊക്കെ എടുത്ത് ഫോട്ടോസ്റ്റാറ്റോ സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിലൊരു കോടതിയോ ഒന്നും അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറയില്ല. പക്ഷേ വെന്യൂ വിട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാളാണ് വരുന്നതെങ്കിൽ പോലെ എനിക്ക് റീഫണ്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ഫുഡിൻ്റെയോ ഹോട്ടലിൻ്റെയോ ഒന്നും ഒരു എക്സ്പെൻസ് കുറയ്ക്കത്തില്ല. അവർക്ക് കൊടുത്തിട്ടുള്ള ട്രെയിനിങ് കോഴ്സ് മെറ്റീരിയൽസ് തിരിച്ചു വാങ്ങിക്കുക. അപ്പോൾ തന്നെ അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് അത്രയും പൈസ പോകാനുള്ള ആ സംവിധാനം ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെയാണ് ആണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ രംഗത്ത് നമ്മൾ ഈ ഒരു ട്രെയിനിങ് ഇൻഡസ്ട്രിക്കകത്ത് വലിയ പ്രോബ്ലം ഉണ്ട്, അതൊക്കെ വലിയ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന വാഹനം പലപ്പോഴും ഇടിക്കാറുണ്ട്. നമ്മൾ അതിന് ചിലപ്പം നമ്മൾ ഇന്നത്തെ മോഡേൺ സിസ്റ്റമൊക്കെ ഉള്ള വണ്ടി നമുക്ക് അപകടം പറ്റാതെ നമ്മൾ വണ്ടി പോയി, പക്ഷെ നമ്മൾ പോയില്ല എന്നും പറഞ്ഞ് നമ്മളിനി വണ്ടി എടുക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? രണ്ടാമത് വീണ്ടും വണ്ടി എടുക്കുമ്പോൾ രണ്ടാമത്തെ വണ്ടിക്കും ചിലപ്പം ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട്, മൂന്നാമതും പറ്റുന്നിരിക്കാം എന്നും പറഞ്ഞ് ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് നിർത്തുന്നുണ്ടോ? വണ്ടി ഓടിക്കുന്ന ആരും നിർത്തുന്നില്ല, അവർ വീണ്ടും കൊണ്ടുപോവാണ്. അപ്പോൾ ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നും പറഞ്ഞിട്ട് നമ്മളുടെ ട്രെയിനേഴ്സായിട്ടുള്ളവരൊന്നും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തുറന്ന് പറയുക നിങ്ങളുടെ ഓഡിയൻസിനോട് മാത്രമല്ല
ജനറൽ ഓഡിയൻസിനോടും നമുക്ക് പറയാനായിട്ട് ആൾക്കാർ സത്യം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സമൂഹത്തോട് നമുക്കൊരു ബാധ്യതയുണ്ട് ഇങ്ങനൊരു കോൺട്രവേഴ്സി നടക്കുമ്പോൾ. സോ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്കും ഈ പറഞ്ഞ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പം എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്കുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കമൻ്റ് ഇടാം. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? അനുഭവം എന്താണ്? ക്ലാസ്സിൽ വന്നിട്ട് എന്താണ്? കമൻറ്റ് കുറിക്കാനായിട്ട് നിങ്ങൾക്ക് ബാഡ് കമൻറ്റ് ഉണ്ടെങ്കിൽ അതും എഴുതാം. ഓഫ് കോഴ്സ് അത് നമുക്ക് കൊടുക്കാനായിട്ടുള്ള വേദിയുണ്ട്. അപ്പോൾ ലൈഫിലെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ, ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് ഇപ്പം മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ്, ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് അവർ കമ്പനികൾ എങ്ങനെ നടത്തണം എന്നുള്ളതിന് ഞാൻ എടുക്കുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ്സുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ IIM പോയാലോ അല്ലെങ്കിൽ നമ്മൾ ഹാർവാർഡിൽ പോയാലോ ഇതുമായിട്ട് വളരെ കൂടുതലൊന്നും കിട്ടാനില്ല. കാരണം ഞാനും ഈക്വലി ക്വാളിഫൈഡ് ആണ്, ഈക്വലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നല്ലതുപോലെ അറിയാം. അവിടെ ചെന്നാൽ എനിക്കും പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുത്തു അവിടെ കൊടുത്തു എന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല. ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് സാധനം കിട്ടുന്നു. അവിടെ പോയി നമുക്ക് ഹാർവാർഡിൽ പോയി അറ്റൻഡ് ചെയ്യാനായിട്ടും നമുക്ക് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പഠിപ്പിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയയിൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വിളിക്കും. വളരെ പ്രധാനമായിട്ടും വിളിക്കുന്നതായിട്ട് തേർഡ് പാർട്ടി റെഫർ ചെയ്താൽ കൂടി അവരത് അന്വേഷിക്കാറും വിളിക്കാറുമുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അവസരങ്ങളൊന്നും തീരുമല്ല, അവസരങ്ങൾ വളരുവാണ്. അതുകൊണ്ട് മറ്റു ട്രെയിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരളം മാത്രം ഇരുന്നാൽ പോരാ. നമ്മൾ ലാംഗ്വേജിൽ മാത്രം ഒരു കുറച്ച് മാറ്റം വരുത്തിയാൽ മതി. 2-3 മാസത്തെ ലാംഗ്വേജിൻ്റെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ തമിഴ്നാടോ കർണാടകയോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത്, തമിഴ്നാട്ടിലൊക്കെ നമ്മളെ കഴിഞ്ഞ് ഇവിടുത്തെ കേരളത്തെ കഴിഞ്ഞ് ഒരുപാട് ട്രെയിനേഴ്സ് ഒരുപാട് കുറവാണ്, വളരെ വളരെ കുറവാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ വളരെ ട്രെയിനേഴ്സ് കുറവാണ്. സിംഗപ്പൂരിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വളരെ കുറവാണ്. കാരണം സിംഗപ്പൂരിൽ നമുക്കൊരു 3000 ട്രെയിനേഴ്സിനെങ്കിലും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വളരെ കുറവാണ്. എന്തായാലും ട്രെയിനിങ് രംഗത്തേക്ക് നിങ്ങൾ കൂടുതൽ വായിക്കുക, കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ട കിട്ടുന്ന സാധനങ്ങളെല്ലാം നോക്കുക, അതിൽ നിന്ന് വളരെ ഫിൽട്ടർ ചെയ്തെടുക്കുക. നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ അവിടെ നമ്മൾ വേറെ ആരും പറയുന്ന കമൻറ്റിനെ കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിൽ പോലും ചില സോഷ്യൽ മീഡിയയിലോ ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പറഞ്ഞിരിക്കുന്ന ചില റീസണിങ് നമ്മൾ ശ്രദ്ധിക്കണം. അവരെ അങ്ങനെ ചിന്തിപ്പിക്കാനായിട്ട് അങ്ങോട്ട് പോയതിൻ്റെ കാരണം എന്താണ്? ചില ആൾക്കാർ പറയുകയാണ് മോട്ടിവേഷൻ്റെ ആവശ്യമേ ഇല്ല. അല്ല, എൻ്റെ അഭിപ്രായം മോട്ടിവേഷനും ആവശ്യമാണ്. ട്രാൻസ്ഫോർമേഷണൽ ഗുരു മാത്രം പോരാ, നമുക്ക് ലൈഫ് കോച്ചസ് വേണം, ബിസിനസ് കോച്ചസ് വേണം. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് മാസത്തിലൊരിക്കലെങ്കിലും നല്ല സോബറായിട്ടുള്ള നമുക്ക് മനസ്സുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം അത് നിങ്ങൾ വളരെ ചോയ്സായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓൾ ദി ബെസ്റ്റ്.